നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സിൻ്റെ എല്ലാ വിഷ്വൽസും ഞാൻ കഴിഞ്ഞു. ഇപ്പോൾ വി ആർ ഇൻ ദ ഫാക്ടറി. നമ്മുടെ അറ്റ്ലസിൻ്റെ ഫാക്ടറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി ആർ സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേറ്റഡ് ഫാക്ടറി. ഇറ്റ്സ് കംപ്ലീറ്റ് മെഷീനറീസ് ആൻഡ് അവർ ഡിസൈനിങ് സെക്ഷൻസ് ഈസ് ഇൻറ്റഗ്രേറ്റഡ്. ഇപ്പോൾ നമ്മുടെ ഓരോ എക്സ്പീരിയൻസ് സെൻറ്റേഴ്സിൽ ഡിസൈനേഴ്സ് ഇരിക്കണം. നമ്മുടെ ഫാക്ടറിയും ഇൻ്റർ കണക്റ്റഡ് ആണ്. അല്ല, ഫാക്ടറിയിലെ മെഷീനറീസും അതുപോലെ ഫുൾ ഓട്ടോമൈസ്ഡ് മെഷീനറീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഹൈലൈറ്റ് മെഷീനാണ് ഇറ്റ്സ് ബീംസോ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പാനൽ ബോർഡ്സ് അറ്റ് എ ടൈം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. ഈ മെഷീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഫിനിഷിങ്, നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ബ്ലേഡിൻ്റെ ക്വാളിറ്റി എല്ലാം ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഓരോ പാനൽസും കട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ചിപ്പിങ്സ് കാര്യങ്ങളെല്ലാം വരാറുണ്ട്. നമ്മൾ ഈ മെഷീൻസിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ചിപ്പിങ് കാര്യങ്ങളൊന്നും വരില്ല. ഇത് നേരെ നമുക്ക് ആ ഡിസൈനിങ് സെക്ഷനിൽ നേരെ സേവ് ചെയ്യുമ്പോൾ ഇവിടെ ബാർകോഡ് ത്രൂ ആണ് ഇവിടുത്തെ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. ജസ്റ്റ് ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രോയിങ്സ് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ ആ ഡ്രോയിങ്സിൽ തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യേണ്ടത്, ഓരോ ബോർഡ് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എന്ന് ഈ മെഷീൻ തന്നെ ഓട്ടോമാറ്റിക് എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റിനും ഓരോ സൈസിൽ എങ്ങനെയൊക്കെയാണ് ഈ ബോർഡ്സ് കട്ട് ചെയ്യേണ്ടതെന്നെല്ലാം മെഷീൻസ് തന്നെ നമുക്ക് പറഞ്ഞു തരും. അതിനനുസരിച്ച് തന്നെ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ഒരു മെഷീൻ്റെ ഹൈലൈറ്റ്. ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് വരുന്നതാണ് എഡ്ജ് ബാൻഡിങ് മെഷീൻ. ഇത് എഡ്ജ് ബാൻഡിങ് മെഷീനാണ്. എഡ്ജ് ബാൻഡിങ് മെഷീനാണ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. കാരണം ഓരോ ബോർഡ്സും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ ഈ എഡ്ജ് നമുക്ക് കറക്റ്റായിട്ട് ബാൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബാക്കി ഫ്യൂച്ചറിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം വരും. അപ്പോൾ ഇതും നമ്മളൊരു ബാർകോഡ് സ്കാനാണ്. അവിടുന്ന് നമുക്ക് കഴിയുമ്പോൾ ഇതുപോലത്തെ ബാർകോഡ്സ് എല്ലാത്തിലും വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ മെഷീനും ഇതുപോലെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ എഡ്ജ് ബാൻഡിങ് ഇതിൽ കറക്റ്റായിട്ട് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാലും അടുത്തതും വരുന്നത് നമുക്ക് മൾട്ടി ബോറിംഗ് ആണ് വെരി ഡിഫിക്കൽട്ട് ഇൻ ഇൻറ്റീരിയർ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമുക്കതും ഓട്ടോമൈസ്ഡ് മെഷീൻസ് ആണ് ചെയ്യുന്നത്. മൾട്ടി ബോറിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന 6 ഹെഡഡ് മെഷീനാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെർട്ട് ടെക്നീഷ്യൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേറ്റഡ് ആണ്. ഇതും ഒരു ബാർകോഡ് സ്കാനിങ്ങിലൂടെ നമുക്ക് ഓരോ പാനൽസും ഓരോ ബോർഡ്സും ഇതുപോലെ മൾട്ടി ബോറിംഗ്, അതായത് ബോർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. നോക്ക് ഡൗൺ ഫർണിച്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം വി ആർ നോട്ട് യൂസിങ് എനി സ്ക്രൂസ്. അപ്പോൾ സ്ക്രൂസ് ഒന്നും വെളിയിൽ കാണാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു മെഷീനാണ് ഈ മെഷീന്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ജസ്റ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റും ഈ മെഷീനിൽ. ഇത് നമ്മുടെ പാക്കിംഗ് മെഷീനാണ്. ഇവിടുന്ന് വൺസ് നമ്മുടെ ബോറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ടേബിൾ വർക്കാണ് വരുന്നത്. നമ്മുടെ ടേബിളിലാണ് പിന്നെ ബാക്കി അസംബ്ലിങ്ങും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് കഴിഞ്ഞ് വൺസ് ടേബിൾ വർക്ക് കഴിഞ്ഞാൽ നേരെ ഈ സെക്ഷനിലാണ് വരുന്നത്. ഈ സെക്ഷനാണ് ഇറ്റ്സ് മെയിൻലി ഫോർ പാക്കിംഗ്. നമുക്ക് പാക്കേജ് ചെയ്ത് അതും ഇതുപോലത്തെ ഓരോ സ്കാനിങ് ആണ്. ഓരോ പാർട്ട് എങ്ങനെയൊക്കെ പാക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെ പാർട്ടായിട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു പാക്കിംഗ് സെക്ഷനും കൂടിയാണ് നമുക്കിവിടെ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. ഇതാണ് പ്രോസസ്സ് വരുന്നത്. കോൾഡ് പ്രസ്സിംഗ് ആണ്. നമുക്ക് ഓരോ ബോർഡ്സ് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ മേളിൽ എന്ത് ഫിനിഷാണ്, ഈവൻ മൈക്ക, വിനീർ, ഇങ്ങനത്തെ ഫിനിഷസ് എല്ലാം പ്രസ്സിങ്ങിനിടുന്നത് നമ്മുടെ ഈ ഒരു മെഷീനിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ബാക്കി ബീംസൊക്കെ കയറുന്നതും അവിടുന്ന് ബാക്കിയുള്ള ഓരോ പ്രോസസ്സുകളും ഇൻറ്റീരിയറിൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഇതെല്ലാം കൈകൊണ്ട് ഹാൻഡ് പ്രസ് ചെയ്യുന്നവരുണ്ട്. ഹാൻഡ് പ്രസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിക് കണ്ടീഷനൊക്കെ വരുമ്പോൾ നോർമലി സ്റ്റിക്ക് ആവില്ല. അപ്പോൾ ഈ ഒരു മെഷീൻ എന്ന് പറയുമ്പോൾ ഓവർ 100 ടൺ വെയിറ്റിലാണ് നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നത് ഓരോ ബോർഡ്. പെയിൻറ്റ് ബൂത്ത് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും വെളിയിലൊക്കെ നിന്ന് പെയിൻറ്റ് ചെയ്യും. പക്ഷേ നമ്മളൊരു ഇൻറ്റീരിയർ പ്രോസസ്സിന് അതിൻ്റെ ഫിനിഷിംഗ് കിട്ടുന്ന എപ്പോഴും ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഏരിയയിൽ വേണം നമ്മൾ ആ പ്രോസസ്സ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇവിടെ വാട്ടർ ബോഡീസ് ഡസ്റ്റ് എല്ലാം അബ്സോർവ്, നമുക്ക് ബാക്കി വരുന്ന വാട്ടർ വേപ്പേഴ്സ് എല്ലാം അബ്സോർവ് ചെയ്യാനുള്ള ബാക്കിയുള്ള പെയിൻറ്റിങ് പ്രോസസ്സ് എൻ്റയർലി ഇവിടെ നിന്നാണ്, ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനുള്ളതാണ് ചെയ്യാം. പിന്നെ പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഡ്രൈയിങ് ഏരിയയ്ക്കാണ് നമ്മൾ വരുന്നത്. ഡ്രൈയിങ് ഏരിയ ഇസ് പ്യൂർലി ഫോർ നമുക്ക് ഇവിടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതെല്ലാം നമ്മൾ ലോങ് ടേം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് അവരുടെ ഡ്രീം ഹോം എന്ന കൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്ത് നമ്മൾ ഈ ചെയ്യുന്നത്. ഓരോ പ്രോസസ്സിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫൈഡ് മാനുഫാക്ചറിങ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രോസസ്സും ഇൻറ്റീരിയറിൽ വരുന്ന ഓരോ പ്രോസസ്സും നമ്മൾ ഈ ഫാക്ടറിയിൽ നമ്മൾ ചെയ്ത് നൽകുന്നത്. അറ്റ്ലസ് എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ടും ഇന്റീരിയർ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നെങ്കിൽ അലൂമിനിയത്തിലും ചെയ്യുന്നുണ്ട്. വി ആർ ദ മാർക്കറ്റ് ലീഡേഴ്സ് ഫോർ പാസ്റ്റ് 25 years. നമ്മുടെ തുടക്കം 1999 UAE-ലാണ്. അന്ന് മുതൽ ഇന്ന് വരെ അലൂമിനിയം മോഡുലാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വി ആർ ദ നമ്പർ 1. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്പർ 1 ആവാൻ കാരണം ഇതിൽ ഉപയോഗിക്കുന്ന പ്രൊഫൈൽസ് എല്ലാം നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതാണ്. പൗഡർ കോട്ടഡ് അലൂമിനിയം ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ പല ഷീറ്റുകളും ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എക്സലൻ്റ് ആണ്. നമുക്ക് ലൈഫ് ടൈം ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഇവിടെ നിങ്ങൾക്ക് അറ്റ്ലസ് പ്രൊവൈഡ് ചെയ്യുന്നത്.